എനിക്ക് അറിയില്ല ആരുമില്ലാത്തവർക്ക് ഈ അച്ചായനുണ്ട്. നീ എന്റെ കൂടെ വാ, നിനക്ക് ഞാനാ ജീവിതം തരാം. അന്ന് മുംബൈ, ഞാൻ വിരാജിക്കുന്ന മുംബൈ നഗരത്തിൽ അവിടെ നമുക്ക് സുഖമായി താമസിക്കാം. അതെ, സുഖമായി മാറി നീ അവന്റെ ദേശത്തൊരു എന്താണ് എന്റെ മാതാപിതാക്കൾ കൂട്ടുകാർ എനിക്ക് നഷ്ടപ്പെട്ടു. ഈ സമൂഹം എന്നെ അവഗണിക്കുക. എനിക്ക് ജീവിക്കണ്ട. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. നീയോ തെറ്റ് ചെയ്തവർ പല തെറ്റ് ചെയ്തവരല്ല തന്നെ തെറ്റിച്ചവർ താമസിക്കുന്നത്. തെറ്റ് ചെയ്തവർ പലരെയും മണിമാളികളിൽ നിന്നെപ്പോലെ തന്നെ ഈ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടുണ്ടോ? പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഈ പുസ്തകങ്ങൾ നൽകുന്ന പ്രകാശം എന്തുമാക്കി ഞാൻ ഇന്ന് ഇവിടെ അഭിമാനത്തോട് ചിന്തിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് ഞാൻ ശരിയല്ലെന്നാണ്. എന്നെ സഹായിക്കാൻ ചേർത്ത് നിർത്തിയ കരകൾക്ക് പിന്നെ ചതയുടെ വഞ്ചനയുടെ അവകാശത്തിന്റെ വിരുദ്ധ മുഖമാണ് ഞാൻ കണ്ടത്. നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയാം. പക്ഷേ നിങ്ങൾ എവിടെയോ ഒരു ദേവിന്റെ കഥയെ ഞാൻ കാണിച്ചു. നിങ്ങളെ ഞാൻ അച്ഛ അല്ല പപ്പാലോട്ടെ നീ അനുഭവിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരെ എന്റെ പപ്പയായിട്ട് എന്നും ഞാനുണ്ടാവും. പപ്പ ഇവിടെ ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ അത് ആളാവണമെന്ന് സമൂഹം തീരുമാനിക്കാൻ അതെങ്ങനെ ശരിയാവും? ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഘട്ടങ്ങളിലല്ലേ അത് ആളായ പെണ്ണായോ മാറുന്നത്. ഈ വ്യവസ്ഥയാണ് എന്നെ ഇടാമാക്കിയത്. മനുഷ്യരാശിയുടെ ആരംഭം മുതലേ ദുർബല വിഭാഗത്തെ അടിച്ചുമാറ്റാനുള്ള അവന്റെ സഹജ വാസനാണ് ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ലിംഗത്തിന്റെ പേരിലോ ഒക്കെ പുറത്തുവിടും. അത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതിയാണ്. നീ പ്രതികാരം ചെയ്യണം. നീ അനുഭവിക്കുന്ന യാതൊരു നീ പ്രതികാരം ചെയ്യണം. നീ അനുഭവിക്കുന്ന ഈ അവഹേളനങ്ങൾക്കെതിരെ എന്നെ പുറത്താക്കിയ ഈ സമൂഹത്തിനല്ലേ ആരാമില്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോരാനും. എന്റെ പപ്പയുണ്ടാവും നിന്നോടൊപ്പം. അതിനുവരെ ഈ പോരാട്ടത്തിൽ അണിചേരാൻ അക്ഷരങ്ങളാവുന്ന ഒരു വലിയ സേനാവ്യൂഹം പുസ്തകങ്ങളാണ് സൈനിക പാളയത്തിൽ കച്ചമുറുക്ക് നിരക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി തൂലിക പണമാക്കി പോരാടാൻ എഴുതുന്ന റാണിക്ക് മൂർച്ചയുള്ള തൂലിക നടപ്പുടെ അവർണേ പുസ്തകത്തിലൂടെ തന്നെ ഇത് പോരാട്ടമാണ്.